ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്താണെന്നറിയാമോ? ഇത് ഗ്രീൻ പീസ് കറിയാണ്. ഇത് ഡ്രൈഡ് ഗ്രീൻ പീസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി രാവിലെ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നിടം വരെയും വേവിച്ചെടുക്കണം. മസാല പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു സവാള ചേർക്കാം, അരിഞ്ഞത്. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 പച്ചമുളക് കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിയുന്ന ഉടനെ അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും വെച്ചിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കണം. ഈ സമയത്ത് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നത് സോഫ്റ്റായി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർക്കാം. അല്പനേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒന്നുകൂടെ നല്ല ഒന്ന് മിക്സായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി അല്പനേരം കൂടെ ഒന്ന് 1-2 തിള വരുന്നിടം വരെയും ഗ്യാസിൽ വെച്ചിരിക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാം റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബൈ.